രാവിലെ തന്നെ എണീറ്റത് സിത്തു വിളിച്ചപ്പോഴാണ്. കീർത്തിയും സിത്തുവും രാവിലെ തന്നെ പോരാൻ പറഞ്ഞാണ് നേരത്തെ തന്നെ വിളിച്ചുണർത്തി. ഉറക്കം പോയ ദേഷ്യത്തിൽ ഞാൻ എന്ത് ചെയ്യും നല്ല മലയാളം അങ്ങ് പറഞ്ഞു. അത് കേട്ടതും തൃപ്തിയായി രണ്ടിനും കോള് കട്ടാക്കി. പിന്നെ ഉറക്കം വരാത്തോണ്ട് അവറ്റകളെ പ്രാഗിക്കൊണ്ട് ഞങ്ങൾ എണീറ്റു. ഹനു, നീ ഇത് എവിടേക്കാ ഇത്ര രാവിലെ തന്നെ? എന്തായാലും എണീറ്റില്ലേ, അപ്പോൾ താഴേക്ക് പോകാം. നിന്റെ അമ്മൂമ്മ വന്നിരിക്കുന്നുണ്ട് അവിടെ ഈ നേരത്ത്. മര്യാദയ്ക്ക് ആ ഫോണും എടുത്തിരുന്നോ? അതും പറഞ്ഞ് ദിയ ഫോണും എടുത്ത് ബെഡിൽ കയറി കിടന്നു. പിന്നെ ഞാനും ഫോൺ എടുത്തു. എടിയേ, എന്താടിയേ? ദിയ വിളിച്ചതും അതേപോലെ ഞാനും മറുപടി കൊടുത്തു. എത്ര പെട്ടെന്നാണല്ലേ കീർത്തിയൊക്കെ വന്ന് സെറ്റായത്. ദിയ വലിയ കാര്യം പോലെ പറഞ്ഞതും ഞാൻ എന്തെന്ന മട്ടിൽ അവളെ നോക്കി. അതല്ല, ഞാൻ സത്യത്തിൽ ഒന്ന് പേടിച്ചിരുന്നു. എന്തിന്? ദിയ പറഞ്ഞപ്പോൾ കാര്യം മനസ്സിലാകാതെ ചോദിച്ചു. അത് പിന്നെ ഉണ്ടല്ലോ. ആ ഉണ്ട്, പറ കോപ്പ ഇളിക്കാതെ. പെണ്ണ് ഇളിച്ചോണ്ടിരുന്നതും ഞാൻ ലേശം കലിപ്പായി. നിങ്ങൾക്കൊക്കെ നേരത്തെ അറിയാലോ, അപ്പോൾ ഞാൻ മാത്രമല്ലേ അറിയാത്തത്. സോ ഞാനുമായി കീർത്തി സെറ്റായില്ലെങ്കിൽ ഒറ്റപ്പെട്ടു പോകുമെന്നൊക്കെ ഒരു തോന്നല്. ദിയ പറഞ്ഞതും ഞാൻ അന്തം വിട്ടുകൊണ്ട് അവളെ നോക്കി. പിന്നെ ഒറ്റ ചിരിയായിരുന്നു. എന്താനു? എന്നാലും എൻ്റെ ദിയ. ഉഫ്, മതി ഇളിച്ചത്, എണീറ്റ് പൊടി. പില്ലോ എടുത്ത് എറിഞ്ഞുകൊണ്ട് ദിയ പോയി. കുറച്ചു നേരം ദിയ കലിപ്പിട്ടെങ്കിലും പിന്നെ ബാക്കിയുള്ളവരോട് കൂടെ പറയുമെന്ന് ഭീഷണിപ്പെടുത്തിയപ്പോൾ പെണ്ണ് നന്നായി. പിന്നെ വേഗം കുളിച്ചൊരുങ്ങി വീട്ടിലും വിളിച്ചു പറഞ്ഞ് സിദ്ധു അയച്ച ലൊക്കേഷനിൽ നോക്കി വിട്ടു. ഞാനും ദിയയും മാത്രമായതുകൊണ്ട് തന്നെ ചെറിയൊരു പേടിയൊക്കെയുണ്ട്. ബസ്സിലൊക്കെ കുറേ നാളുകൾക്ക് ശേഷമാണ് പോകുന്നത് തന്നെ. അതിനിടയ്ക്ക് സിദ്ധു ഒരു 100 പ്രാവശ്യം എവിടെ എത്തി എന്ന് ചോദിച്ച് വിളിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അവിടെ ആരൊക്കെ ഉണ്ടോ എന്തോ. ബസ് ഇറങ്ങി കുറച്ച് നടക്കാനുണ്ട്. എന്തായാലും ദിയയ്ക്ക് അവിടെയുള്ളവരെ കുറിച്ചാണ് പേടി. കല്യാണത്തിനല്ല മോളെ നമ്മൾ പോണത്, ആ വീട്ടിലുള്ളവർ മാത്രം ഉണ്ടാകൂ. വീടെത്തിയതും ഞാനും ദിയയും പരസ്പരം ഒന്ന് നോക്കി. ദീർഘനിശ്വാസം എടുത്ത് ഉള്ളിലേക്ക് കയറി. സിറ്റ് ഔട്ടിൽ തന്നെ സിത്തുവും കീർത്തിയും കിച്ചേട്ടനും സിദ്ധുവേട്ടനും ഉണ്ട്. ഞങ്ങളെ കണ്ടതും സിത്തു വേഗം വിളിച്ചു കൂവി. അപ്പോൾ തന്നെ സിത്തുവിൻ്റെ അമ്മയും അച്ഛനും കീർത്തിയുടെ അമ്മയും അച്ഛനും വന്നു. കോളേജിലെ പോലെ അങ്ങനെ മിണ്ടാനൊന്നും കഴിഞ്ഞില്ല അവരോട്. ആകെ മൊത്തം ഒരു മ്ലാനത ആദ്യമായി ഒരു വീട്ടിൽ വന്നതുകൊണ്ടാവാം. കീർത്തിയുടെ അച്ഛനും അമ്മയുമായാണ് ഞാൻ കുറേ നേരം സംസാരിച്ചത്. എല്ലാം അറിയുന്നത് കൊണ്ട് അവർക്ക് പറയാനും ചോദിക്കാനും ഒരുപാടുണ്ട്. ഓ മതി അമ്മേ, ഒന്ന് പോയേ. കീർത്തി എന്നെ അവരുടെ അടുത്തുനിന്ന് വലിച്ചുകൊണ്ട് ഹാളിൽ ഞങ്ങളുടെ ടീം ഇരിപ്പുണ്ട്. എന്താ രണ്ടിനും ഒരു മ്ലാനത? കിച്ചേട്ടൻ ചോദിച്ചതും ഞാനും ദിയയും പരസ്പരം ഒന്ന് നോക്കി ഇളിച്ചു കൊടുത്തു. എന്താണ്? അത് പിന്നെ ഫസ്റ്റ് ഇംപ്രഷൻ അല്ലേ, കുളമാക്കേണ്ട എന്ന് തോന്നി. ദിയ അത് പറഞ്ഞതും ബാക്കിയുള്ളവരൊക്കെ ഞങ്ങളെ കളിയാക്കി കൊന്നു. എന്തിനാ പറഞ്ഞതെന്ന ഭാവത്തിൽ ദിയെ ഞാൻ ചെറഞ്ഞൊന്ന് നോക്കിയപ്പോൾ കോപ്പ് ഇളിച്ചോണ്ടിരിക്കുന്നു. അതെ, ബിൽഡപ്പ് ഇടാതെ രണ്ടും നല്ല പോലെ ആയിക്കേ. ഓയ്, ഞാൻ ലേറ്റായോ? പെട്ടെന്ന് അരുണേട്ടൻ അത് പറഞ്ഞ് കയറി വന്നു. ഏയ് ലേറ്റായൊന്നുമില്ല, മഹാൻ എവിടെയായിരുന്നു? ഒന്ന് ഉറങ്ങിപ്പോയി. അരുണേട്ടൻ പറഞ്ഞതും കിച്ചുവേട്ടൻ ആളുടെ തലക്കിട്ടൊരു കൊട്ടു കൊടുത്തു. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ മുകളിൽ ബാൽക്കണിയിലോട്ട് വിട്ടു. അവിടെ ഇരുന്ന് കത്തിയടിയായിരുന്നു. പിന്നെ ഇടയ്ക്കിടെയുള്ള സിദ്ധുവേട്ടൻ്റെ നോട്ടം മാത്രം സഹിക്കാൻ കഴിയുന്നില്ല. എന്തോ ഒരു പിടച്ചിലൊക്കെ. ആളെ നോക്കേണ്ടെന്ന് പറഞ്ഞാലും കണ്ണത് അനുവദിക്കുന്നില്ലെന്നേ. ആളെന്നെ നോക്കുമ്പോൾ ഒരു പിടച്ചിലോടെ ഞാൻ നോട്ടം മാറ്റും. ബാക്കിയുള്ളവർ ഒന്നും ഞങ്ങളെ ശ്രദ്ധിക്കാതെ ഇരിക്കുന്നത് കൊണ്ട് രക്ഷപ്പെട്ടു. മക്കളെ ഇങ്ങ് വന്നേ. ആ എന്താമേ? ഇനിയേ കഴിച്ചിട്ടാകാം ബാക്കി, വായോ. സിത്തുവിൻ്റെ അമ്മ വിളിച്ചതും ഞങ്ങളെല്ലാം താഴേക്ക് പോയി. ഇരിക്ക്. ഞങ്ങളെ കണ്ടതും ആൻറ്റി, അതായത് കീർത്തനയുടെ അമ്മ ഇരിക്കാൻ പറഞ്ഞു. ഞാനും ദിയയും അവിടെ തന്നെ ഇരുന്നു. കുറച്ചുകൂടെ കഴിക്കും മക്കളെ. സിത്തുവിൻ്റെ അമ്മ വീണ്ടും ചോറ് വിളമ്പാൻ നിന്നതും ഞാൻ വേഗം തടഞ്ഞു. വേണ്ട ആൻറ്റി, മതിയായി. ആൻറ്റിയോ? അമ്മേന്ന് വിളിച്ചാൽ മതി, ഇവരെ പോലെ ഞങ്ങൾക്ക് രണ്ടാളും. അമ്മ അത് പറഞ്ഞപ്പോൾ ഒരു പുഞ്ചിരിയോടെ ഫുഡ് കഴിച്ച് എണീറ്റു.
പിന്നെ കുറേ നേരം എല്ലാവരും കൂടെ ഹാളിൽ കൂടി. നിങ്ങൾ രണ്ടും ഇവര് പറഞ്ഞ അനൂന്തി അല്ലല്ലോ. അച്ഛൻ അത് പറഞ്ഞപ്പോ കാര്യം മനസ്സിലാകാതെ ഞാൻ ആളെ നോക്കി. സിദ്ധുവൊക്കെ പറഞ്ഞത് രണ്ടും വായാടിയാണെന്നാ. അതൊന്നും ഇവിടെ കാണുന്നില്ലല്ലോ. അച്ഛൻ അത് പറഞ്ഞപ്പോ ഞങ്ങൾ വേണോ വേണ്ട എന്ന മട്ടിൽ ഒന്ന് ഇളിച്ചു കാണിച്ചു. അതിന് ഇവർ ഇംപ്രഷൻ കളയാതിരിക്കാണ്. അതും പറഞ്ഞ കീർത്തി ദിയ പറഞ്ഞത് അപ്പാടെ അവരോട് പറഞ്ഞതും 4 പേരും പൊട്ടിച്ചിരിച്ചു. നിങ്ങളിങ്ങനെ ഇരിക്കൊന്നും വേണ്ട മക്കളെ, ഒന്നല്ലെങ്കിലും ഇവരുടെ ഫ്രണ്ട്സ് അല്ലേ, അപ്പൊ ഞങ്ങൾക്കറിയാം നിങ്ങളുടെ ഒരു നിലവാരം. അതും പറഞ്ഞ് അച്ഛൻ ചിരിച്ചതും ഞാനും ദിയയും പൊട്ടി വന്ന ചിരി കടിച്ചമർത്തി അവരെ നോക്കി. സിദ്ധുവും കീർത്തിയും അവരെ ചെറഞ്ഞു നോക്കുന്നുണ്ട്. അത് കണ്ടതും പൊട്ടി ചിരിച്ചുപോയി. ആദ്യം ഉണ്ടായ ഒരു മ്ലാനതയൊക്കെ പിന്നെ ഉണ്ടായതേയില്ല. അച്ഛനോടും അമ്മയോടും ആൻറ്റിയോടും അങ്കിളിനോടൊക്കെ നല്ല കൂട്ടായി. സമയം കുറെ ആയതും ഞാനും ദിയയും പോകാനിറങ്ങി. സിദ്ധു, ഇവരെ ആക്കിക്കൊടുക്ക്. അയ്യോ വേണ്ടച്ചാ, ഞങ്ങൾ പോകാം, സമയമാകുന്നല്ലേ ഉള്ളൂ. ആ എന്നാലും അവൻ ആക്കിത്തരും. എന്നാൽ ഞാൻ പോട്ടെ, എനിക്ക് കുറച്ച് പണിയുണ്ട് രേണുകേ. അച്ഛൻ അതും പറഞ്ഞ് അമ്മയൊന്ന് വിളിച്ചോണ്ട് തലയാട്ടി. അമ്മയോട് യാത്ര പറഞ്ഞു പോയത് കണ്ടതും അറിയാതെ എൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി തത്തിക്കളിച്ചു. സിദ്ധുവേട്ടൻ്റെ കൂടെയാണ് പോണത് അറിഞ്ഞതും കീർത്തിയും സിദ്ധുവും മാറ്റിയൊരുങ്ങി. എന്നാ ഞങ്ങൾ പോട്ടെ അമ്മേ ആൻറ്റി. 2 പേരോടും പറഞ്ഞതും ഞാനും ദിയയും ഇറങ്ങി. ഇനിയും വരണം കേട്ടോ. ആ വരാം. ദിയ അതും പറഞ്ഞ് 2 പേരെയും കെട്ടിപ്പിടിച്ചിറങ്ങി. വീട്ടിൽ നിന്ന് ഇറങ്ങിയെങ്കിലും ഒരു വിഷമം തോന്നി. മനസ്സുകൊണ്ട് ഒരു ബന്ധം എനിക്കും ദിയയ്ക്കും അവിടെ ഉടലെടുത്തിരുന്നു. ജിപ്സിയിലാണ്, അതുകൊണ്ട് എല്ലാവരും ഉണ്ട്. നമുക്കേ ഒരു ഐസ്ക്രീം ഒക്കെ കഴിച്ചിട്ട് പോകാം. അരുണേട്ടൻ പറഞ്ഞതും എല്ലാവരും അതിനോട് യോജിച്ചു. നേരെ ഷോപ്പിലേക്ക് കയറി. ഏതാ ഫ്ലേവർ? ചോക്ലേറ്റ്. ഞാനും ദിയയും സിത്തുവും ഒരുമിച്ച് പറഞ്ഞു. എല്ലാവർക്കും അത് തന്നെ മേടിച്ചോടാ. ഐസ്ക്രീം കിട്ടിയതും ഞങ്ങൾ വേഗം അറ്റാക്ക് തുടങ്ങി. പെട്ടെന്നാണ് എന്നെ തന്നെ നോക്കിയിരിക്കുന്ന സിദ്ധുവേട്ടനെ കണ്ടത്. പിന്നെ എന്താ ചെയ്യേണ്ടത് എന്നൊരു പിടുത്തം കിട്ടാതെയായി. ആകെ ഒരു വെപ്രാളം. ഐസ്ക്രീം നല്ല പോലെ കഴിക്കാനും പറ്റാതെ തലയും താഴ്ത്തിയിരുന്നു. പെട്ടെന്ന് അരുണേട്ടനും കിച്ചേട്ടനും കൂടെ ചുമയ്ക്കാൻ തുടങ്ങി. ഞെട്ടിക്കൊണ്ട് ഞാൻ നോക്കിയപ്പോൾ അവര് സിദ്ധുവേട്ടനെ നോക്കിക്കൊണ്ട് തന്നെയാണ് കളിയാക്കുന്നത്. സിദ്ധുവേട്ടനാണെങ്കിൽ ഒട്ടും കൂസലില്ലാതെ ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതും നോക്കിയിരുന്ന ഐസ്ക്രീം വെള്ളമായി പോകും എന്ന് മനസ്സിലായപ്പോൾ ഞാൻ അവരെ നോക്കാതെ അങ്ങോട്ട് കഴിച്ചു. തിരിച്ചു പോരാൻ നേരം ഞാൻ പെട്ടെന്ന് ആരുടെയോ ദേഹത്ത് പോയി തട്ടി. സോറി പറഞ്ഞ് നടക്കാൻ തുടങ്ങിയതും അയാൾ കൈ വെച്ച് തടഞ്ഞു. നിന്നെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. വാട്ട്സ് യുവർ നെയിം? അയാൾ അത് പറഞ്ഞ് എന്നെ ആകെ ഒഴിഞ്ഞു നോക്കിയതും പെട്ടെന്ന് സിത്തുവേട്ടൻ എന്നെ പിടിച്ച് ബാക്കിലേക്ക് നിർത്തി. ഭൂമി ഉരുണ്ടിട്ടല്ലേ മാഷേ, എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടാവും. അതും പറഞ്ഞ് എന്നെയും പിടിച്ചുകൊണ്ട് പോകാൻ നിന്നതും മുന്നിൽ നടന്നു വരുന്ന നന്ദനെ കണ്ട് ഞാൻ സിദ്ധുവേട്ടൻ്റെ കൈമുട്ടിൽ അമർത്തി പിടിച്ചു. എൻ്റെ ഭയം മനസ്സിലാക്കി എന്ന പോലെ ആൾ എൻ്റെ കയ്യിൽ അമർത്തി. അവൻ്റെ അടുത്ത് നിന്ന് അനുവിനെ വലിച്ചുകൊണ്ട് നടന്നു. പെട്ടെന്ന് എൻ്റെ കയ്യിൽ പെണ്ണ് മുറുക്കി പിടിച്ചതും ഞാൻ ഒരു സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി. പേടിച്ചുകൊണ്ട് അവൾ മുന്നിലേക്ക് നോക്കുന്നുണ്ട്. അപ്പോഴാണ് ആ പന്ന മോനെ കണ്ടത്. അനുവിൻ്റെ പേടിയുടെ കാരണം മനസ്സിലായതും അവളുടെ കൈക്ക് മേലെ കൈവച്ചതും പെണ്ണെന്നെ നോക്കി. പേടിക്കേണ്ട എന്ന പോലെ കണ്ണ് ചിമ്മി കാണിച്ചതും അവളുടെ നോട്ടം വീണ്ടും ഞങ്ങളുടെ അടുത്തേക്കെത്തിയ നന്ദനിലായിരുന്നു. നന്ദൻ അനു തട്ടിയ അവൻ്റെ അടുത്തേക്ക് വന്ന് അവനോട് കാര്യം ചോദിച്ചതും അവൻ ഞങ്ങളെ ചൂണ്ടി കാര്യം പറഞ്ഞു. ഇവളെ എവിടെയോ കണ്ട പോലെ ഉണ്ടടാ. അവൻ അതും പറഞ്ഞതും നന്ദൻ ഞങ്ങളെ നേർക്ക് നോക്കി. അനുവിനെ കണ്ടതും അവൻ്റെ മുഖത്ത് വന്ന ഭാവം കണ്ടതും അവൻ്റെ മുഖത്തിൻ്റെ ഷേപ്പ് മാറ്റാനാണ് ആദ്യം തോന്നിയത്. എൻ്റെ പെണ്ണിനെ നീ അങ്ങനെ മറക്കാൻ പാടുണ്ടോടാ? ഓ സോറി അളിയാ. നന്ദൻ്റെ തോളിൽ തട്ടിക്കൊണ്ട് മറുപടി കൊടുത്തു അവൻ. എവിടെയായിരുന്നു പെണ്ണെ? അവൻ്റെ അടിമുടിയുള്ള ചോദ്യം കേട്ടതും അവളുടെ പിടിമുറുക്കി. അത് കണ്ട് നന്ദൻ്റെ മുഖത്ത് ദേഷ്യം കയറി. അതൊരു പുച്ഛത്തോടെ നോക്കിക്കൊണ്ട് ഞാൻ അവളെയും കൊണ്ട് തിരിഞ്ഞു നടന്നു. ആ അങ്ങനെ അങ്ങ് പോയാലോ? നീ ആരടാ? എന്താ അനു ഇവനുമായി? അവൻ്റെ ശബ്ദത്തിലെ കനം കൊണ്ട് അനു നന്നായി വിറയ്ക്കുന്നുണ്ട്. ഞാൻ ആരായാലും നിനക്കെന്താടാ? നോനോ, നീ ആരായാലും എനിക്കൊന്നുമില്ല. ബട്ട് അനു എൻ്റെയാണ്. അത് പറഞ്ഞില്ലേ ഇവള്?
വെറുതെ ഇവളുടെ പിന്നാലെ നടന്നാലേ അത് നിന്റെ നല്ലതിനല്ല. ഒരു പുഞ്ചിരിയോടുകൂടി അവനുള്ള മറുപടിയും ഞാൻ കൊടുത്തു. അത് തന്നെ എനിക്കും പറയാനുള്ളത്. നീ ആരായാലും എന്തായാലും എനിക്കൊന്നുമില്ല. പിന്നെ ഇവളുടെ കണ്ണിൽ നിന്നോടുള്ള ഭയമല്ലാതെ മറ്റൊന്നും ഞാൻ കണ്ടില്ലല്ലോ. സോ അതും പറഞ്ഞ് ഞാനൊന്ന് നിർത്തി. അനുവിനെ നോക്കിയതും ഞാൻ എന്താ പറയാമെന്ന് അറിയാനുള്ള ആകാംക്ഷ അവളുടെ മുഖത്തുണ്ടെന്ന് കണ്ടതും എൻ്റെ കയ്യിൽ നിന്ന് അവളുടെ കൈ വിടുവിച്ച് എന്നിലേക്ക് ചേർത്ത് നിർത്തി. അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് തന്നെ അവനോട്, അനന്യ സിദ്ധാർത്ഥ്, ആ പേര് അവളിൽ കൂട്ടിച്ചേർക്കുവാൻ സമയം ആകുന്നതേ ഉള്ളൂ. ബട്ട് യു അണ്ടർസ്റ്റാൻഡ്, ഷീ ഈസ് മൈൻ. ഞാൻ പറഞ്ഞതും അവൾ ഒരു ഞെട്ടലോടെ എൻ്റെ മുഖത്തേക്ക് നോക്കി. ആ നോട്ടത്തെ അവഗണിച്ചുകൊണ്ട് ഞാൻ നന്ദനിലേക്ക് നോക്കി. അത് നീ തീരുമാനിച്ചാൽ പോരല്ലോ സിദ്ധാർത്ഥ്, വാടി ഇവിടെ. അതും പറഞ്ഞ് അവൻ അനുവിനെ പിടിച്ചു വലിച്ചതും ഞാൻ അവളെ എന്നിലേക്ക് ഒന്നുകൂടെ അമർത്തി പിടിച്ചു. അവൻ്റെ നെഞ്ചും കൂടി നോക്കി ചവിട്ടി. പെട്ടെന്ന് കിട്ടിയ അഗാധത്തിൽ അവൻ നിലം പതിച്ചു. വീണിടത്ത് നിന്ന് എണീറ്റുകൊണ്ട് അവൻ എൻ്റെ നേരെ വന്നതും കൂടെയുള്ളവൻ അവനെ പിടിച്ചു വെച്ചു. വിടടാ ഈ പന്ന പുന്നാര മോനെ, ഞാൻ ഇന്ന്. നന്ദ ഒന്നടങ്ങ്, ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ട്. അവൻ പറഞ്ഞതും നന്ദൻ ഒന്നടങ്ങി. നിന്നെ വെറുതെ വിടില്ലടാ. ഞാൻ ആരാണെന്ന് നീ അറിയാൻ പോകുന്നതേ ഉള്ളൂ. ഇതിന് നീ അനുഭവിച്ചിരിക്കും. ഇവൻ്റെ കൂടെ കഴിയാന്ന് കരുതണ്ടടി നീ. സമ്മതിക്കില്ല ഞാൻ. അറിയാലോ നിനക്കെന്നെ. പറഞ്ഞു കൊടുക്കണം ഇവൻ എന്നെ പറ്റി. അതും പറഞ്ഞ് ചീറിക്കൊണ്ട് നിന്നതും അവൻ്റെ കൂടെ ഉള്ളവൻ അവനെയും വലിച്ചുകൊണ്ട് പോയി. അവർ പോയതും ഞങ്ങളെ ശ്രദ്ധിച്ച് നിന്നവരും അവരുടെ പണി നോക്കി. പെട്ടെന്ന് അനു എന്നെ തള്ളി മാറ്റിക്കൊണ്ട് നേരെ നിന്നതും ഞാൻ പുഞ്ചിരിയോടെ അവളെ നോക്കി. പെടുന്നനെ അവളുടെ ഭാവം മാറി ദേഷ്യം കൊണ്ടവൾ, നിങ്ങൾ എന്തിനാ അവനോട് അങ്ങനെയൊക്കെ പറയാൻ പോയത്? ഇനി എന്തൊക്കെ പ്രശ്നം ഉണ്ടാകുമോ ഈശ്വര? പിന്നെ ഞാൻ എന്തു വേണം? അവൻ പറഞ്ഞത് കേട്ട് വെറുതെ നിൽക്കണോ? ഒരു ഭാവവും കൂടാതെ കൈയും കെട്ടി നിന്ന് അവളോട് തിരിച്ചു ചോദിച്ചതും പെണ്ണ് ബബ്ബ അടിക്കാൻ തുടങ്ങി. അവനോട് തമാശ പറഞ്ഞതൊന്നുമല്ല. എൻ്റെ പെണ്ണിനെ വേറൊരുത്തൻ നോക്കുമ്പോൾ നോക്കി നിൽക്കാൻ നട്ടലില്ലാത്തവനല്ല ഈ സിദ്ധാർത്ഥ്. ഞാൻ പറഞ്ഞതും പെണ്ണിൻ്റെ കണ്ണ് നിറഞ്ഞ് തല താഴ്ത്തി നിന്നു. അവളുടെ നിൽപ്പ് കണ്ടു നിന്നാൽ ഞാനും എന്തെങ്കിലും പറയുമെന്ന് തോന്നിക്കൊണ്ട് ഞാൻ വേഗം തിരിഞ്ഞു നിന്നു. അവളോട് വരാൻ പറഞ്ഞു പോകാൻ നിന്നതും ഞങ്ങളുടെ മുമ്പിൽ ഇതുവരെ ഉണ്ടായ ഷോ മുഴുവൻ കണ്ട് 5 പേര് ഐസ്ക്രീമും കഴിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അനുവിനെ നോക്കിയതും അവളും നഖം കടിച്ചുകൊണ്ട് നിൽക്കുന്നു. എന്താടാ? ഒന്നുമില്ല, കഴിഞ്ഞാ? കിച്ചു അതും പറഞ്ഞിളിച്ചതും ഞാൻ അവൻ്റെ വയറിനിട്ടൊരു കുത്തു കൊടുത്തു. ഔഫ്, കുത്തലടാ പട്ടി, 2 ഐസ്ക്രീം കഴിച്ചതാ. കിച്ചു പറഞ്ഞതും അതുവരെ നഖം കടിച്ചോണ്ടിരുന്ന അനു പെട്ടെന്ന്, 2 അതെപ്പോ? പെട്ടെന്ന് അവളുടെ ചോദ്യം കേട്ടതും ഞാൻ മിഴിച്ചുകൊണ്ട് അവളെ നോക്കി. ഇതുവരെ ഉണ്ടായ ഭാവവുമല്ല, ഉണ്ടായതെല്ലാം മറന്ന മട്ടാണ് നിൽപ്പ്. അത് പിന്നെ ഈ ഷോ കാണുമ്പോൾ എൻ്റർടൈൻമെൻറ്റ് വേണമല്ലോ. സോ ഒന്ന് കഴിഞ്ഞപ്പോൾ വീണ്ടും വാങ്ങി. കിച്ചു ഇളിച്ചുകൊണ്ട് പറഞ്ഞതും എന്തോ നട എന്ന മട്ടിൽ കൈകൊണ്ട് ആക്ഷൻ ഇട്ട് ഞാൻ പോന്നു. പിന്നാലെ അവരും. ഇനിയും നിന്നാ പിന്നെ എല്ലാവരുടെയും ചോദ്യമുണ്ടാകും. അതിലും നല്ലത് മുങ്ങുന്നതാണ്. അവരെ ഹോസ്റ്റലിൽ ഇറക്കി ഞങ്ങൾ നേരെ വീട്ടിലോട്ട് വിട്ടു. വണ്ടിയിൽ നിന്നൊന്നും അവരൊന്നും ചോദിച്ചില്ല. അത് സമാധാനായി. വീട്ടിലെത്തിയതും ലേറ്റ് ആയത് എന്തെന്ന് അമ്മ ചോദിച്ചപ്പോൾ കാര്യമൊന്നും പറഞ്ഞില്ല. ഐസ്ക്രീമൊക്കെ കഴിച്ച് ഒന്ന് ചുറ്റി എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. നേരെ റൂമിൽ ചെന്ന് ഫ്രഷായി ബാൽക്കണിയിൽ പോയിരുന്നു. ഒട്ടും പ്രതീക്ഷിച്ചതേ അല്ല ഇങ്ങനെ ഒരു പ്രപ്പോസൽ. എങ്ങനെ അവളോട് പറയുമെന്ന് ആലോചിച്ച് നടക്കായിരുന്നു. നന്ദൻ കാരണം അത് ലാഭായി. പെണ്ണാണെങ്കിൽ കോളേജിൽ നിന്നൊക്കെ ഇപ്പോൾ എൻ്റെ അടുത്തുനിന്ന് വല്ലാതെ ഒഴിഞ്ഞു മാറുന്നുണ്ട്. ഇനിയിപ്പോൾ അതിലൊരു തീരുമാനമാകും. അവളെ കാണാൻ കിട്ടുമോ എന്തോ. മൊത്തത്തിൽ ആ പ്രപ്പോസലും അനുവിനെയും ഒക്കെ ആലോചിച്ചിരുന്നു. പെട്ടെന്ന് ഡോറ് തുറന്ന് ബാക്കി എല്ലാവരും വന്നതും വരവിൻ്റെ ഉദ്ദേശം മനസ്സിലായതുപോലെ ഞാൻ കമിഴ്ന്ന് കിടന്നു.